കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല. അതിപ്പോൾ നമ്മുടെ പേഴ്സിലായാലും ശരി തന്നെ, നമ്മുടെ വീട്ടിലായാലും ശരി തന്നെ. അപ്പം പണം നിൽക്കാത്തതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫെങ്ഷു പ്രകാരം നമുക്ക് സമ്പത്ത് വരാതിരിക്കുകയും വന്ന സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാതിരിക്കുകയും ചെയ്യാനായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അത് വാസ്തുവിലും പറയുന്നുണ്ട്. രണ്ടും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞാലും ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നമ്മളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം പ്രാധാന്യമാണ്. വീടെന്ന് പറയുന്നത് പലർക്കും പലതാണ്. ചിലർക്ക് അതൊരു ചെറിയ ഒരു ഒറ്റമുറിയായിരിക്കും. അതാണെങ്കിൽ പോലും അത് നമുക്ക് അതിന് അത്രത്തോളം അതിൻ്റെതായ രീതിയിൽ കാത്തു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റമുറിയിൽ നിന്ന് തന്നെ ഒരുപാട് മുറികളുള്ള വലിയൊരു വീട്ടിലേക്ക് മാറാനായിട്ട് ആ ഒരു ഒറ്റമുറി തന്നെ നമ്മളെ സഹായിക്കും. അതേസമയം ഒരുപാട് മുറികളുള്ള വലിയ വീടാണെങ്കിലും അത് വാസ്തു തെറ്റിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ വാസ്തു അതിൻ്റെ ദിക്കുകൾ വളരെ മർമ്മപ്രധാനമാണ്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയറായിട്ടുള്ള ഒരു വീടെടുക്കാം. നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്തതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യം എന്തെന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. തെക്ക് വശം, വടക്ക് വശം, പടിഞ്ഞാറ്, കിഴക്ക്, 4 മൂല. തെക്ക് പടിഞ്ഞാറ് മൂല, വടക്ക് പടിഞ്ഞാറ് മൂല, വടക്ക് കിഴക്ക് മൂല, തെക്ക് കിഴക്ക് മൂല. ഇതാണ് 4 മൂലകൾ. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു ഊർജം വന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് മൂല നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറ് മൂല നിർമ്മിതിയിൽ അവർ ഒഴിവാക്കിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ പൈസ നിൽക്കില്ല. അടുത്തത്, ഇത് ഒരു കാരണം. അടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീട് വെച്ചു, അതിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂലയിലാണ് നമ്മളുടെ ഗേറ്റ് നിൽക്കുന്നതെങ്കിലും ഈ വീട്ടിൽ പൈസ നിൽക്കില്ല. അടുത്തത്, നമ്മുടെ വീട് വെച്ചപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം കുഴിയാണ്, ഈ ഭാഗത്ത് വലിയ കുഴിയാണ്, അങ്ങനെയാണെങ്കിലും പൈസ നിൽക്കില്ല. ഈ ഭാഗത്ത് കിണർ വന്നാലും പൈസ നിൽക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ നമുക്ക് വാസ്തുപ്രകാരം പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇനി ഇത് നമുക്ക് വാസ്തുപ്രകാരം പറയുന്നതാണ്. അടുത്തത് നമുക്ക് ഫെങ്ഷുയിലേക്ക് പോവാം. ഫെങ്ഷു പ്രകാരം സമ്പത്തിന്റെ ദിക്ക് ഏതാണ്? തെക്ക് കിഴക്ക് കോർണർ. ഒരു വീടിൽ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി, തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സെപ്റ്റിക് ടാങ്ക് വന്നാലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ കടക്കെണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളാൽ നമുക്ക് വീട്ടിൽ എന്താ നിൽക്കുന്നത്? പൈസ നിൽക്കത്തില്ല. വീട്ടിൽ പൈസ നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ പേഴ്സിലും പൈസ കാണത്തില്ല. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇനി നമുക്ക് ഒരു വീട് പോയി നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ആ വീടിൻ്റെ വാസ്തുപരമായിട്ട് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്തെങ്ങും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പറഞ്ഞത് തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ വന്ന സാമ്പത്തിക പ്രശ്നം, തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ്ങോ കിണറോ അവിടെ ഗേറ്റോ ഒക്കെ വന്നാലും സാമ്പത്തിക പ്രശ്നം. അപ്പോൾ ഒരു വീട് നോക്കി, ഇവിടെ എങ്ങും നമുക്കൊരു പ്രശ്നവും ഇല്ല, പക്ഷെ എന്നാലും വീട്ടിൽ പൈസ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് നമ്മൾ പുറമേ ഒന്ന് നോക്കിയതാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പം പുറമേ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ട്, പക്ഷെ നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്കത് കാണാനും സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കുക. വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലൈയിങ് സ്റ്റാർ എടുക്കാനായിട്ട് 2-3 ഘടകങ്ങൾ വേണം. ഒന്ന്, വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം. 2, എന്ത് വേണം? വീട് പണി കഴിപ്പിച്ച കാലഘട്ടം, ഏത് വർഷത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് അതിനകത്ത് പാല് കാച്ചി കയറിയ എന്നുള്ള കാലഘട്ടം. അതിപ്പോഴത്തേക്ക് 2010. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ പ്ലാൻ കിട്ടി, വീട് നിർമ്മിച്ച കാലഘട്ടം കിട്ടി, വീടിൻ്റെ ഫേസിങ് ഡിഗ്രി, എത്ര ഡിഗ്രിയിലാണ് വീട് ഫേസ് ചെയ്യുന്നതെന്നുള്ള കണക്ക് കിട്ടണം.
ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു കണക്ക് കിട്ടും. വീടിൻ്റെ ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വീതം വരും. വീടിനെ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് 9 കളങ്ങളാക്കി തിരിക്കും. കളങ്ങളാക്കി തിരിച്ചിട്ട് ഈ ഒരു ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈയിങ് സ്റ്റാറിൻ്റെ നമ്പറുകൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുമ്പോൾ വടക്ക് കിഴക്ക് വന്നിരിക്കുന്ന നക്ഷത്രം ഏത്? വടക്ക് കിഴക്ക് വന്നിരിക്കുന്ന നക്ഷത്രം വന്നിട്ട് ഏതാണ്? 7, 9 ആണ്. അത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 7, 9 ആണ്. കിഴക്ക് വന്നിരിക്കുന്ന നക്ഷത്രം 3, 4 ആണ്. തെക്ക് കിഴക്ക് വന്നിരിക്കുന്ന നക്ഷത്രം 2, 5 ആണ്. ഇപ്പം നമ്മളുടെ പ്രധാന ഡോറ് നിൽക്കുന്നത് 2, 5 ഇവിടെയാണ് ഡോറ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇവിടുത്തെ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിലെ 2, 5 കോമ്പിനേഷനിൽ നിങ്ങളുടെ ഡോറ് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടങ്ങൾ, പൈസ നിൽക്കാത്തത്. അപ്പം ഈ നക്ഷത്രങ്ങൾക്ക് ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ശരിക്ക് പൈസ വരും, നമ്മുടെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും, നമുക്ക് നാളേക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകും. ഇതാകുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ടോട്ടൽ ലോസ്, എന്തിലെ തൊട്ടാലും നഷ്ടങ്ങൾ. അപ്പം ഇതിൽ എവിടെയാണ് നമ്മളുടെ ഡോർ എന്നുള്ളത് കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ പ്രശ്നം മനസ്സിലായി. അപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ ഡോർ ഇവിടെ നിന്ന് മാറ്റുക. ഡോർ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ എവിടെ വെക്കാൻ പറ്റും? ഇവിടെ വെച്ചാൽ എന്ത് കിട്ടും? സർവ്വ ഐശ്വര്യങ്ങളും മംഗളകാര്യങ്ങളും ഉണ്ടാവും. ഇവിടെ ആണെങ്കിലോ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവും. എന്തായാലും നമ്മൾ ഡോറ് മാറ്റാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ഈ ഭാഗത്ത് കൊണ്ടുവരുന്നതാണ് നല്ലത്. അതല്ല, നമ്മളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഇവിടെ തൊടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ പറയപ്പെടുന്ന 2, 5 കോമ്പിനേഷന്റെ റെമഡികൾ നമുക്ക് ഈ പറയപ്പെടുന്ന ദിക്കുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ദോഷത്തെ ഒരു പരിധി വരെ മറികടക്കാനായിട്ട് സാധിക്കും. ബാക്കി നമുക്ക് ലിവിങ് റൂമിൽ ടൂൾസുകൾ വെച്ച് എൻഹാൻസ് ചെയ്യണം. അപ്പം ഈ സ്റ്റാർ അവിടെ തന്നെ നിൽക്കും, പക്ഷേ സ്റ്റാറിന്റെ എനർജി പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫെങ്ഷുയുടെ ടൂളുകളും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറാനോ അല്ലെങ്കിൽ പുതിയൊരു വീട് നമുക്ക് വാസ്തുപ്രകാരം ചെയ്യാനോ അല്ലെങ്കിൽ നല്ല സ്ഥലത്തേക്ക് എൻട്രൻസ് മാറ്റാനോ ഉള്ള ഒരു ഇത് നമുക്ക് കിട്ടും. അപ്പം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോവാം. ഇപ്പം മെയിൻ ഡോറിൽ നിന്നും വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിനകത്തേക്ക് കടത്തിവിടാനായിട്ട് ഫെങ്ഷുയിൽ ഒത്തിരി ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 2 ടൂളുകൾ. ഒന്ന് ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്ചു മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാം. 2 എന്ന് പറയുന്നത് ഒരു ബാക്കോ മിററും അതിന്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോഗിന്റെ സിമ്പലുമായിട്ട് നമുക്ക് വെക്കാം. ബാക്കോ മിറർ വന്നിട്ട് ഇതേപോലെ വെക്കാം. മെയിൻ ഡോറിന്റെ മുകളിൽ വെക്കാം. അതിന്റെ ലെഫ്റ്റിൽ ഇതിലത്തെ ഒരു ഫ്യൂഡോഗ്സ് വെക്കാം, റൈറ്റിലും ഒരു ഫ്യൂഡോഗ് വെക്കാം. ഇത് നല്ലൊരു സിമ്പിളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ബാക്കോ മിറർ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിവിടെ പറഞ്ഞു ഒരു 2, 5 കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ നമുക്ക് വലിയ ദോഷമായിട്ടാണ് നിൽക്കുന്നത്. അതിന് പരിഹാരമായിട്ട് നമുക്കിവിടെ 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ വെക്കാം. ഈ ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. അടുത്തത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വലിച്ചെടുത്ത് അതിനെ വിഘടിപ്പിച്ച് പോസിറ്റീവാക്കി തരാനായിട്ട് അമത്തിസ്റ്റിന് സാധിക്കും. അപ്പോൾ ഈ സ്റ്റോൺസ് നമുക്ക് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം. അതുപോലെ കപ്പിൾസിന്റെ സ്റ്റാർ വാല്യൂ കൂട്ടാനും ഐക്യം ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് 4 സ്റ്റാറുകൾ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാറുകളുടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറേ ഉള്ളൂ. ഇപ്പോൾ ഒരു കപ്പിൾസിന്റെ അനിമൽസ് തങ്ങൾ എടുക്കുമ്പോൾ അവർ ഒരു സ്റ്റാറേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറിന്റെ എണ്ണം കൂട്ടാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള അമത്തിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റാർ വാല്യൂ കൂട്ടാൻ പറ്റും. അത് കൂടുന്നതനുസരിച്ചിട്ട് ആ കപ്പിൾസിന്റെ ഐക്യവും കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വിജയങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.